എൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ പുതിയൊരു ബാഗാണ് കേട്ടോ അത്. അതിൻ്റെ ഒരു ഷോയാണിത്. നല്ല ബാഗാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഏട്ടൻ്റെ കൂടെ ബൈക്കിലാണ് പോകുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചിട്ട് തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ കുറച്ചായി ജോബിനൊക്കെ പോയിട്ട് വേദുട്ടനെ 3 വയസ്സ് വരെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇനിയിപ്പോൾ നമുക്ക് പോവാലോ, കുഴപ്പമൊന്നുമില്ല, അമ്മ കുട്ടീനെ നോക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ വിചാരിച്ചിട്ട് തൊഴിൽമേളയ്ക്ക് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പോയതാണ് ഗൈസ്. കൂറ്റനാടാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വരുന്നത്. അപ്പോൾ പോയി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഒരു കുട്ടികളും ഇല്ലല്ലോ എന്ന്. പിന്നെ അത് അവിടെ ഹാളിൽ വെച്ചിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ പൊന്നു മക്കളെ. അവിടെ ചെന്നപ്പോൾ എന്തായെന്ന് വെച്ചാൽ എന്തോ തൃത്താല പഞ്ചായത്തിൻ്റെ ഓരോ നവീകരണങ്ങളും അവിടെ സംഘടിപ്പിച്ചതും അവർ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. അവിടെ പ്രദർശിപ്പിക്കുകയായിരുന്നു. ഇത്രയും ജനങ്ങൾ വന്നത് ഇത് കാണാനല്ല ഗൈസ്, തൊഴിൽമേള സംഘടിപ്പിച്ചിട്ടുണ്ട്, അതിനെ വന്നവരാണ്. പക്ഷെ ഞങ്ങളൊക്കെ ഇതിരുന്നു. അതുപോലെ തന്നെ പ്രസംഗിക്കാൻ ഒരു 10-20 ആളുകൾ വന്നു. MP രാജേഷ് അവസാനം വന്നു. അവിടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു കേട്ടോ, എന്തോ ജോബ് ഫെസ്റ്റിൻ്റെ എന്തോ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അതിനെ വേണ്ടിയിട്ടായിരുന്നു അവർ രണ്ടും കൂടി ഒരുമിച്ച് നടത്തിയത്. ഇത്രയും ആളുകളെയും കിട്ടും, അവർക്ക് ഒരു ന്യൂസും ആയല്ലോ. ഞങ്ങളിതൊക്കെ കേട്ട് എനിക്ക് ബോറടിച്ച് ഇരിക്കുന്നല്ല, അവിടെ ഇരിക്കുന്ന എല്ലാവരും ഉറക്കം തൂങ്ങിന്നിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞ ജോബ് ഫെയറിന് വന്നതല്ലേ. എന്നിട്ട് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്ന ആളുകളൊക്കെ ഏറ്റവും അവിടെ ബാക്കിൽ പോയിരുന്നിട്ട് വേറെ ബിൽഡിങ്ങിൻ്റെ അവിടെ പോയിരുന്നിട്ട് ജോബ് ഫെയർ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. പകുതി എത്തിയപ്പോൾ എൻ്റെ കൂടെ വന്നൊരു കുട്ടി, എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഇത് ഇൻ്റർവ്യൂ തുടങ്ങിയിട്ടോന്ന്. ഞങ്ങളൊക്കെ പോയി നിന്നിട്ടും കുറേ കുട്ടികൾ അവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നപ്പോൾ അവർ പറയണ്ടേ ഇത് തുടങ്ങുന്നുണ്ട്, അവിടെ ജോബ് ഫെയറിന് വന്നവർ അങ്ങോട്ട് പോയിക്കോളൂ എന്ന്. അതൊന്നുമില്ല, ഞങ്ങളിങ്ങനെ കഥ അറിയാതെ ആട്ടം കാണുക എന്ന് പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇതൊക്കെ കേട്ട് ബോറടിച്ചിരിക്കുക. കണ്ട ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികളൊക്കെ ഉറക്കം തൂങ്ങി ഫോണൊക്കെ കണ്ടിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇത് നടിയാണ് കേട്ടോ. ഏത് നടിയെന്ന് വെച്ചാൽ തടവ് പറഞ്ഞ സിനിമയിൽ കഥാപാത്രം ചെയ്ത അംഗൻവാടി ടീച്ചറോ അങ്ങനെ എന്തോ ചെയ്ത ഒരു ആക്ട്രസ് ആണെന്ന് പറഞ്ഞു. എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ കണ്ടു അതിപ്പോൾ ഒരു ഫിലിം ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ്റെ ഏതോ ഒരു ഫിലിമിലാണ്, അശോകൻ്റെ വൈഫായിട്ടാണ്, നമ്മുടെ അമരത്തിലെ അശോകൻ്റെ വൈഫായിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ക്യൂ നോക്കൂ നിങ്ങൾ, എവിടെയാണ് ആ ക്യൂ നിൽക്കണമെന്ന്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു വിധമായി. ഇൻ്റർവ്യൂ എന്ന് പറയാൻ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്.